തുടക്കത്തിൽ തന്നെ പറയട്ടെ, പാകിസ്ഥാൻ്റെ അവസ്ഥ അതിദയനീയമാണ്. ചൈന വിലയ്ക്ക് നൽകിയ കളിപ്പാട്ട പോർ വിമാനങ്ങളല്ല പാകിസ്ഥാൻ്റെ ഗതിയും ഭാവിയുമൊക്കെ ഇപ്പോൾ നിശ്ചയിക്കുന്നത്. അത് ആകാശത്തെ ജിയോ പൊളിറ്റിക്സാണ്. ലോകത്തെ ഏത് രാഷ്ട്രത്തിൻ്റെ കാര്യമെടുത്താലും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായക ഘടകം, അല്ലാതെ കാലാവസ്ഥയല്ല. ആകാശത്തെ ചടുല നീക്കങ്ങൾ, അതാണ് ആരാണ് ആകാശത്തിൻ്റെ അധിപനെന്ന് തെളിയിക്കുന്നത്. ഒരു രാജ്യത്തെ തളർത്താനും വളർത്താനും ആകാശത്തെ വ്യോമതന്ത്രങ്ങൾക്കാകുമെന്ന് എത്ര പേർക്കറിയാം? ഇന്ത്യയുടെ റഫേൽ പോർ വിമാനങ്ങൾ കുതിച്ചെത്താതിരിക്കാൻ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ തങ്ങളുടെ വ്യോമ അതിർത്തി അടച്ചുപൂട്ടിയപ്പോൾ മറുപടിയായി ഇന്ത്യയും അതേ അടച്ചുപൂട്ടൽ വിധി തന്നെ തിരിച്ചു കാണിച്ചു കൊടുത്തു. ഇന്ത്യൻ ഭാഗത്തു നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനങ്ങൾക്കാണ് ഇപ്പോൾ ഏറ്റവും നഷ്ടമുണ്ടായിരിക്കുന്നത്. സമയത്തിൻ്റെ കാര്യമായാലും ഇന്ധനത്തിൻ്റെ കാര്യത്തിലായാലും. ഇതിൻ്റെ അർത്ഥം തങ്ങളുടെ അതിർത്തികൾ അടച്ചുപൂട്ടിയ പാകിസ്ഥാന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണോ? അല്ല. പാക് എയർ സ്പേസ് ഉപയോഗിച്ച് മറ്റ് അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യുന്നത് 100 കണക്കിന് ഇന്ത്യൻ വിമാനങ്ങളാണ് ഓരോ ദിവസവും. ഇതുവഴി പാകിസ്ഥാൻ ഈടാക്കിയിരുന്നത് ആയിരക്കണക്കിന് ഡോളറാണ്. വ്യക്തമായി പറഞ്ഞാൽ ബോയിങ് വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ ഈടാക്കിയത് പ്രതിദിനം ഒരു യാത്രയ്ക്ക് $580 വരെയായിരുന്നു. അതിനും വലിയ എയർക്രാഫ്റ്റുകൾ പോകുമ്പോൾ $1200 മുതൽ $1500 വരെയാണ് പാകിസ്ഥാൻ ഓരോ യാത്രയ്ക്കും തങ്ങളുടെ വ്യോമ അതിർത്തി ഉപയോഗിക്കുന്നതിന് ഇന്ത്യൻ വിമാനങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്നത്. കൃത്യമായ കണക്കുകൾ വെച്ച് നോക്കിയാൽ പ്രതിദിനം $58,000 വരെയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യൻ വ്യോമാതിർത്തി അടച്ചു പൂട്ടിയപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടം. തെല്ലൊന്നുമില്ല നഷ്ടം. പക്ഷേ ഇതാദ്യമായല്ല പാകിസ്ഥാന് ഇത്തരത്തിൽ വ്യോമ അതിർത്തികൾ അടച്ചുപൂട്ടുന്ന വഴിയുണ്ടാകുന്ന കനത്ത നഷ്ടം സംഭവിക്കുന്നത്. ബാലാകോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ വ്യോമാതിർത്തികൾ പാകിസ്ഥാൻ അടച്ച് ഭദ്രമാക്കി. അത് കഴിഞ്ഞപ്പോൾ 5 മാസത്തേക്ക് പാകിസ്ഥാൻ്റെ നഷ്ടം 1-2 $100 മില്യൺ ഇങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ നിരോധിച്ചപ്പോൾ പാകിസ്ഥാന് സംഭവിച്ചത്. പ്രതിദിനം 100 കണക്കിന് വിമാനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി ഉപേക്ഷിച്ചിരിക്കുന്നത്, വ്യോമപാത വേണ്ടെന്ന് വച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ എയർലൈൻസിനോ അവർക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യൻ റൂട്ടാണ് ഏറ്റവും എളുപ്പമാർഗം, ഇന്ധന ലാഭവും സമയത്തിൻ്റെ കാര്യത്തിലും. പക്ഷേ ഇന്ത്യയും ബദലായി തങ്ങളുടെ വ്യോമാതിർത്തിയിൽ അടച്ചുപൂട്ടി പാകിസ്ഥാന് നോ പറഞ്ഞപ്പോൾ അവിടെയും പാകിസ്ഥാന് അടികിട്ടി. പാകിസ്ഥാൻ്റെ എയർലൈനുകൾക്ക് ഇനി ചൈന വഴിയും ശ്രീലങ്ക വഴിയുമൊക്കെ തങ്ങളുടെ യാത്രാ റൂട്ടുകൾ വഴിതിരിച്ചു വിടേണ്ട ഗതികേടുമായി. ആകാശത്ത് മാത്രമല്ല കടലിലും പാകിസ്ഥാൻ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേടാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ തുറമുഖങ്ങളെ ചരക്ക് കയറ്റാൻ ആശ്രയിക്കുന്ന പാകിസ്ഥാനി കപ്പലുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇന്ത്യൻ അതിർത്തികൾ കടക്കേണ്ട എന്നാണ് ഇന്ത്യൻ നാവികസേന പാക് കപ്പലുകളോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനിലേക്കുള്ള ഭക്ഷ്യവിതരണമടക്കം തടസ്സപ്പെടുമെന്ന് ഉറപ്പ്. കാരണം ഇന്ത്യയാണ് പാകിസ്ഥാൻ്റെ സുപ്രധാന ആശ്രയം. ഇന്ത്യ പാകിസ്ഥാൻ്റെ അന്നം മുട്ടിച്ചു തുടങ്ങി എന്ന് ചുരുക്കം. ഇന്ത്യയുമായുള്ള വ്യാപാരം പാകിസ്ഥാൻ തന്നെ അങ്ങ് നിർത്തിക്കഴിഞ്ഞു. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. അരി വാങ്ങാൻ പോലും കഴിവില്ലാതെ വിലക്കയറ്റം കൊണ്ട് നട്ടം തിരിയുന്ന പാക് ജനതയ്ക്ക് 1.5 ഇരുട്ടടിയാണിത്. കഴിഞ്ഞ വർഷം $450 മില്യൺ ചരക്കാണ് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് കയറ്റി അയച്ചത്. അതാണിപ്പോൾ പാകിസ്ഥാൻ ഏകപക്ഷീയമായി ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിവെച്ചതിലൂടെ വേണ്ടെന്ന് വച്ചിരിക്കുന്നത്. മരുന്നുകൾ, ഫാർമ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയക്കുന്നത് നിർത്തിവെച്ചു. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയക്കുന്ന മരുന്നുകളുടെ കയറ്റുമതി ഇന്ത്യ തന്നെ അവസാനിപ്പിച്ചതോടെ പൊതുവെ ദുർബലമായ പാക് ആരോഗ്യ മേഖല വീണ്ടും കടുത്ത പ്രതിസന്ധിയിലേക്ക് മാറുകയാണ്. തീർന്നിട്ടില്ല, അടുത്തത് പഞ്ചസാരയാണ്. $85 മില്യൺ പഞ്ചസാരയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇനി പാകിസ്ഥാൻകാർ പഞ്ചസാര ഇല്ലാതെ ജീവിക്കേണ്ടി വരും. $4,20,000 മാത്രമാണ് തിരിച്ച് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി എന്നോർക്കുമ്പോൾ ഇന്ത്യക്ക് ഇതൊരു പ്രശ്നമേ അല്ലെന്ന് വളരെ വ്യക്തം. അങ്ങനെ പാകിസ്ഥാൻ സ്വയം ഉണ്ടാക്കിയ, പഹൽഗാമിലൂടെ ഉണ്ടാക്കിയ ഒരു മുറിവ് അവർ തന്നെ സ്വയം വലുതാക്കി അതിപ്പോൾ വ്രണമായി മാറിയിരിക്കുന്നു. പാകിസ്ഥാനിലേക്കുള്ള ചരക്ക് ഗതാഗതം അവർ തന്നെ നിരോധിച്ചതിലേക്ക് ഇനി പാകിസ്ഥാന് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരു മൂന്നാം രാജ്യം വഴി ഇന്ത്യൻ ചരക്ക് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക. അത് കള്ളക്കടത്തിലൂടെയോ കരിഞ്ചന്തയിലൂടെയോ എങ്ങനെ വന്നാലും
അത് പാകിസ്ഥാൻ്റെ പ്രശ്നമായി അവരുടെ പ്രോബ്ലമായി ഇനി മാറുന്നു. അപ്പോഴും ഇന്ത്യൻ തുറമുഖങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ശക്തിയോടെ കരുത്തോടെ പ്രവർത്തന സജ്ജമായി ചരക്ക് കയറ്റിറക്ക് നടത്തും. ഇന്ത്യൻ എയർലൈനുകൾ പാകിസ്ഥാൻ ഒഴിവാക്കി മറ്റ് വ്യോമപാതകളിലൂടെ തങ്ങളുടെ അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷനിലേക്ക് യാത്രകൾ തുടരും. വിഴിഞ്ഞൻ അന്താരാഷ്ട്ര തുറമുഖം അടുത്ത ദിവസം പ്രവർത്തന സജ്ജമാകുന്നതോടെ അവിടെയും ഇന്ത്യക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടൊരു അവസ്ഥ വരില്ല. പാകിസ്ഥാനോ ചെയ്തു കൂട്ടിയ കൊടുംപാപങ്ങളുടെ പാപഭാരത്താൽ പശ്ചാത്തപിക്കാൻ പോലും ജനങ്ങൾക്കൊരു അവസരം നൽകാതെ അവർ മത്സരിച്ച് ഭരിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തി കടന്ന് കൊലവിളി നടത്തുന്ന ഭീകരക്കൂട്ടങ്ങളെ ഭക്ഷണം കൊടുത്ത് വയറുനിറയെ കാവലിന് കമാൻഡോകളെ നിർത്തി കാത്തു സംരക്ഷിക്കുന്ന ഗതികേടിന് പാകിസ്ഥാൻ്റെ ഗതികേടെന്നല്ല അതിന് പറയേണ്ടത്, അവരുടെ ദുരവസ്ഥ എന്ന് തന്നെ വേണം പറയാൻ. പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയാതെ തന്നെ ലോകത്തിന് മൊത്തം അറിയാം. 1 കിലോ അരിക്ക് 340 പാകിസ്ഥാൻ രൂപ, കോഴിയിറച്ചി കിലോയ്ക്ക് 800 പാകിസ്ഥാൻ രൂപ. വേറെ ഏത് രാജ്യത്തുണ്ട്? ഇന്ത്യയെ പട്ടാപ്പകലിറങ്ങി വെല്ലുവിളിച്ച പാകിസ്ഥാൻ അവരുടെ പാതിരാത്രിയിലെ PR വർക്ക് ഒന്നും ഫലം കണ്ടില്ല. കടുത്ത പട്ടിണിയും വിലക്കയറ്റവും. രാജ്യത്തെ ജനത ഇങ്ങനെ പട്ടിണിയിലും വിലക്കയറ്റത്തിലും നട്ടം തിരിയുമ്പോഴും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ആലോചന എങ്ങനെ വില കുറഞ്ഞ് തോക്കിന് തിരവാങ്ങി അത് കാശ്മീരിലേക്ക് പോകുന്ന ഭീകര സഹോദരങ്ങളുടെ കയ്യിൽ കൊടുത്തുവിടണമെന്നാണ്. ഇന്ത്യയിൽ നിന്ന് ഏത് സമയം ഒരു ആക്രമണം ഉണ്ടാകാമെന്ന ഭീതി പാകിസ്ഥാൻ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ പാക് കറൻസി വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അല്പം കൂടി കടുപ്പിച്ച ഭാഷയിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം ചരിത്രത്തിലെ ഏറ്റവും താണ നിലയിലാണ്. ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള മരുന്ന് വരെ പിടിച്ചു വച്ചതോടെ പാകിസ്ഥാനിലെ ആരോഗ്യ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്കായി. അരി, പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, മത്സ്യം ഇവയൊക്കെ പാകിസ്ഥാനിലും അവശ്യ വസ്തുവാണ്. പക്ഷേ അത് കണി കാണാൻ പോലും കിട്ടാത്തൊരു അവസ്ഥയായി. ലാഹോർ, കറാച്ചി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൊക്കെ അവശ്യ സാധനങ്ങൾക്ക് വില റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണ്. കോഴിയിറച്ചി ലാഹോറിലടക്കം ഒരു ആഡംബര വസ്തുവാണ് ഇപ്പോൾ. ഇന്ധനവില കൊണ്ട് പണ്ടേ നട്ടം തിരിയാണ് പാക് ജനത. ഇതിനിടയിലാണ് ചൈന ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന കളിപ്പാട്ട ആയുധങ്ങൾക്ക് വൻ തുക നൽകേണ്ടി വരുന്ന ഗതികേടും. താലിബാന് മുഖ്യ ശത്രുവായതോടെ ആ അതിർത്തിയിൽ നിന്നുള്ള വരുമാനവും ഭക്ഷണ സാധനങ്ങളുടെ വരവും ഒക്കെ നിലച്ചു. ഇന്ന് ഇന്ത്യയിൽ നടത്തിയ ആക്രമണത്തിന് കടുത്ത ഭാഷയിൽ പാകിസ്ഥാനെ വിമർശിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ താലിബാനും ഉണ്ടെന്ന് ഓർക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നട്ടും ബോൾട്ടും ഇല്ലാതെ ഓടുന്ന പാകിസ്ഥാൻ എന്ന പഴഞ്ചൻ ചക്രാവണ്ടി ഏതറ്റം വരെ ഓടുമെന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂഡൽഹി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.